കോഴിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി. കുറച്ച് ദിവസമായിട്ട് ഇതിനൊന്നും ഇടപഴകാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ വളരെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. അപ്പോൾ എന്നോടില്ല സ്നേഹപ്രകടനം ചുറ്റിത്തിരിയെല്ലാം കളിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിനകത്ത് പോയി ലേശം അരി വാരി കൊണ്ടുവന്നു. അപ്പോൾ അതിനി എൻ്റെ കൈമൊന്ന് തന്നെ തിന്നണം, എന്നാലേ അതിൻ്റെ എന്നോടുള്ള വിശ്വാസ്യത കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൈമന്ന് തന്നെ തിന്നുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ലേശം അല്പം മാറി നിന്നിട്ട് നോക്കാം, എന്നിട്ട് ഞാൻ വിളിച്ചാൽ വരുമോ നോക്കാം. അന്നേരം ഈ കുറച്ച് വേറുണ്ട്, അതൊന്നും ചെയ്യാം ആദ്യം. സാധാരണ ഇത് ഞാൻ ലേശം ഇങ്ങോട്ടേക്ക് കുറച്ച് അകലെ മാറി നിൽക്കാം, വിളിച്ച വരുന്നത് കാണണമല്ലോ. സാധാരണ മുണ്ടക്കോഴികൾ അങ്ങനെ ഇണങ്ങാറില്ല. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ വരുമെന്ന് നമുക്ക് നോക്കാമല്ലോ. ഏ മുണ്ടക്കോഴി വാ, മുണ്ടക്കോഴി വേഗം വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഓടുവാ, വേഗം വാ. കൈമന്ന് നിന്നോ. ആ, അപ്പോൾ അങ്ങനെയാണ് മുണ്ടക്കോഴി കൈമന്ന് തന്നെ നിന്നു. സാധാരണ മുണ്ടക്കോഴി അങ്ങനെ ഇണങ്ങാറില്ല. മുണ്ടക്കോഴികളുടെ ഇണങ്ങൾ പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മുണ്ടക്കോഴി ഇത്രയധികം ഇണങ്ങി ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ഒരു ചാനലിലും കണ്ടിട്ടില്ല, യൂട്യൂബ് ചാനലിലും കണ്ടിട്ടില്ല, ഫേസ്ബുക്കിലും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പറ്റി എവിടെയെങ്കിലും ഇതുപോലൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മുണ്ടക്കോഴി അങ്ങനെയൊന്നും മനുഷ്യമായി ഇണങ്ങുന്നില്ല. മനുഷ്യൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ ഇവ ഓടി മറിയും. പക്ഷേ ഇപ്പോഴിപ്പോൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി ഒരു പരിധി വരെയെല്ലാം മനുഷ്യരുടെ അടുത്തൊക്കെ ഇത് വരാറുണ്ട്. എന്നാലും പറയുന്നത് പോലെ അനുസരിക്കുന്ന ഒരു മുണ്ടക്കോഴി മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇത് എന്നോടുള്ള വിശ്വാസം കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ തിന്നു. അതിൻ്റെ ആ മുഖത്തെ ആ സന്തോഷവും ആ നമ്മുടെ അടുപ്പും അതിൻ്റെ മുഖത്ത് തെളിഞ്ഞ് കാണാൻ കഴിയും. കൈമന്നെ നിന്നോ വാ. ഇടുന്നു കേട്ടോ, വേറെ പണിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുടിയെല്ലാം ഉണ്ട്. ഇത് മറ്റൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നീളം കൊടുക്കും. പിന്നെ ചുമ്മാ മുണ്ടക്കോഴി അരി തിന്ന് തന്നെ കുറേ സമയം നോക്കി നിൽക്കാനൊന്നും ആളുകൾ താല്പര്യപ്പെടില്ല. അതുകൊണ്ട് വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. അത് മാത്രമല്ല, മുണ്ടക്കോഴിയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആളുകളിൽ നിന്ന് നല്ല സ്വീകരണമാണ് ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, താല്പര്യമുണ്ടെങ്കിൽ ഒരു ലൈക്ക്, നിങ്ങൾ വിലയേറിയ കമൻറ്റുകളും ഇതിൻ്റെ കൂടെ രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു.